ദൈവമേ, ഇഷ്ടമില്ലെങ്കിലും കഴുത്തിലുള്ള താലിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. താല്പര്യമില്ലെങ്കിലും സമ്മതിച്ച് ഈ വീട്ടിലേക്ക് വന്നു. എല്ലാം നീ പറഞ്ഞതുപോലെ നടക്കുകയാണ്. ദൈവമേ, അമ്മയുടെ വാക്ക് കേട്ടിട്ടാണ് ശിവാനി തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നത്. ഇനി ഒരു കാരണവശാലും അവളുടെ മനസ്സ് മാറി എന്നെ വിട്ടു പോകാതെ നോക്കണേ ദൈവമേ. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്റെ ലക്ഷ്യം മാത്രമാണ്. പക്ഷേ മുന്നോട്ടുള്ള വഴിയെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഇരിക്കുന്നത്. എനിക്ക് വഴി കാണിക്കണേ. ശിവാനി, ഒട്ടും സങ്കടപ്പെടുത്താതെ ജീവിതകാലം മുഴുവൻ നിന്റെ കൈ പിടിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു കാരണവശാലും പിടിച്ചു കൈ ഞാൻ വിടില്ല. എന്റെ ലക്ഷ്യം നേടാൻ തടസ്സമാകുന്ന ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഇത് സത്യം. രണ്ടുപേരും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എനിക്ക് വരൂ. ശിവാനി, ഞങ്ങൾക്ക് എത്ര സന്തോഷമായെന്നറിയോ മോളെ. നീ വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നീ വന്നില്ലെങ്കിൽ എന്താകുമെന്ന പേടിയും ഉണ്ടായിരുന്നു. ശിവാനി, ഈ വീടിന് നഷ്ടപ്പെട്ട ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ തിരിച്ചു കൊണ്ടുവന്നില്ലേ നീ? എല്ലാ കാലവും നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. അതെ ചേച്ചി, ഇനി നമ്മൾ രണ്ടുപേരും ഒരു ടീമാ. ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാ എന്നോട് പറഞ്ഞാൽ മതി. ഓഹോ, അപ്പോഴേക്കും ചേട്ടന്റെ ഓപ്പോസിറ്റ് ആയോ നീ? ഇപ്പൊ അത്രയ്ക്ക് ധൈര്യം വന്നോ നിനക്ക്? അങ്ങനെയൊന്നും അല്ലെന്നേ. ചേച്ചി ഇങ്ങ് വന്നില്ലേ, ഇനി ഞാൻ ചേച്ചിയുടെ സൈഡിലാ. ആഹാ, എത്ര പെട്ടെന്നാ നീ ശിവാനിയുടെ പാർട്ടി ചേർന്നത്. ആള് കൊള്ളാലോ നീ. വീണേ, നീ ശിവാനിയെ മോളിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ശരി മോം. വാ മോളെ, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. എന്നാ ചെല്ല്. ചേട്ടാ, അവസാനം എല്ലാം അങ്ങനെ ശരിയായി. ശിവാനി ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓ, എന്നാലും അവള് സമ്മതിച്ചല്ലോ. ഇല്ലായിരുന്നെങ്കിൽ അതുവരേക്ക് ഞാൻ ഈ ബ്രഹ്മചാരി ജീവിതം ജീവിക്കേണ്ടി വന്നേനല്ലോ. നീ ഇല്ലെങ്കിൽ എന്റെ മധു, ഈ വീട് ഒരു ലൈബ്രറി ആയിട്ട് എനിക്ക് തോന്നുന്നു. ആ പൊന്നുമോൻ കാരണം കെട്ടിയ പെണ്ണും എനിക്ക് ദൂരെ ആയല്ലോടി. ഓ, അതാണോ വലിയ കാര്യം? നിങ്ങൾക്ക് സ്നേഹം എന്നോടല്ല, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടാ. അവസാനം നിങ്ങളുടെ വായിന്ന് അത് കേട്ടല്ലോ. ഏയ്, നിന്റെ ഒരു കാര്യം ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. അറിയാം, 25 വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ചതല്ലേ ഞാൻ. നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ. അതെ, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തില് നിങ്ങൾ എത്ര സ്വപ്നം കാണുന്നെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ഈ കുഞ്ഞിനെ വേണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ ഉള്ളെന്ന് എനിക്ക് നന്നായി അറിയാം. അത് പിന്നെ വെറുതെ മറ്റുള്ളവരെന്തു പറയുന്നൊന്നും വിചാരിക്കണ്ട. നാട്ടുകാരെങ്ങനെ നമ്മളെ പറ്റി പലതും പറഞ്ഞു നടക്കുമായിരിക്കും. പക്ഷേ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും കാണാതെ സ്നേഹം വെച്ചിരിക്കുകയാണെന്നറിയാം. അങ്ങനെയൊന്നും ഇല്ല മധു. ആ പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത്രയ്ക്ക് പേടിയുള്ള ആളാണെങ്കിൽ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പേ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്തിനാ ചെയ്യുന്നത്? മനസ്സിലായില്ല. കുഞ്ഞ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. അതിനു മുമ്പ് കുഞ്ഞിനെ കളിക്കാനായിട്ട് പാവയെ കൊണ്ടുവന്നിരിക്കല്ലേ. പാവയോ? ഏത് പാവയടി? ഈ മൂങ്ങയുടെ പാവ. എന്താടിത്? നീ എന്തിനാ എടുക്കാൻ പോയത്? എന്തെങ്കിലും എടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു നിനക്ക്? നിന്റെ അല്ലേട്ടാ, കുഞ്ഞിന് വേണ്ടിയല്ലേ ഇത് കൊണ്ടുവന്നത്. പിന്നെന്തിനാ എന്നോട് ചാടുന്നേ? ഞാൻ ചാടിയതൊന്നുമല്ല, കാര്യം പറഞ്ഞെന്നുള്ളൂ. കുഞ്ഞിനായിട്ട് കൊണ്ടുവന്ന ഒരു സാധനം കുഞ്ഞിന്റെ അമ്മ തൊട്ടുന്ന് വെച്ച എന്താ പ്രശ്നം? കാര്യം എന്റെ പ്രസവം നടന്നിട്ടില്ല, കുഞ്ഞിപ്പോഴും വയറ്റിൽ തന്നെയാ. അതുകൊണ്ട് ഞാൻ ഈ പാവയെ തൊട്ടത് നിങ്ങൾക്ക് ഇഷ്ടായില്ലെന്നാണോ? അതിങ്ങോട്ട് തന്നെ. മധു, വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞാൻ തന്നെ തരാം. ആ കുഞ്ഞ് ഇത് വെച്ച് കളിക്കട്ടെ. ഇത് വെച്ച് അത് കളിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അതുവരേക്കും നമുക്കിത് സൂക്ഷിച്ചു വെക്കാം, കേട്ടോ? അതല്ലേ ഏട്ടാ. സൂക്ഷിച്ചു വെച്ചോളാം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താ നിനക്ക്?
ഷോക്കായോ? ഷോക്കായല്ലേ പറ്റത്തുള്ളൂ ബ്രോ. അതിനു വേണ്ടിയാ നിന്നോട് പറയാതെ ഈ സർപ്രൈസ് തന്നെ. എങ്ങനെയുണ്ട്? അവസാനം ശിവാനി എന്നെ സ്വീകരിച്ച് ഈ വീട്ടിലേക്ക് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ബ്രോ, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ? നമ്മുടെ അമ്മമാരൊരു കാര്യം ഏറ്റുകഴിഞ്ഞത് ഏറ്റു തന്നെ. ഞാൻ ജയിക്കുന്നുള്ള കാര്യം ഫിക്സ് ആയിരുന്നു, പക്ഷെ സമയം ഫിക്സ് ആയിട്ടില്ലായിരുന്നു, അത്രേ ഉള്ളൂ. എങ്കിലും ഞാൻ 3 ദിവസം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ 2 ദിവസത്തിനുള്ള അവളിങ്ങ് വന്നൂന്നേ. ഞാനിപ്പോ എന്താ ചെയ്യാ? ശിവാനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാ നീ നിന്റെ പേര് മാറ്റും അത് ഇതെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ നിന്റെ പേര് മാറ്റി എന്തിടാന്ന് തീരുമാനിച്ചോ? ശരി, വീട്ടേക്ക്, സാരമില്ല. എന്തായാലും ഇപ്പൊ ഉള്ള പേരിന് തന്നെ തോൽവിയുടെ ഒരു ഇനീഷ്യൽ വീണല്ലോ, എനിക്കത് മതി. ശരി, ശിവാനി എനിക്ക് വേണ്ടി റൂമിൽ കാത്തിരിക്കുക. ഞാൻ അങ്ങോട്ട് പോട്ടെ, പിന്നെ കാണാം. ബൈ. ബ്രോ, ഞാൻ ഉറപ്പായിട്ടും വിജയിക്കുമെന്ന ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് വിജയമല്ല. വിജയിച്ച് മുന്നിൽ വന്നതെന്ന് മീശ പിരിക്കുന്ന സമയത്ത് മീശയ്ക്ക് താഴെ ഒരു പുഞ്ചിരി വരില്ലേ? അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, പോട്ടെ. ടെൻടടാങ്. എന്താ ശിവാനി ഇങ്ങനെ നോക്കുന്നേ? മതി, വെറുതെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ. എന്റെ ഉള്ളിലെ പ്രണയം പൊട്ടി പുറത്തേക്ക് വരും. നീ ഇവിടെ എന്തെടുക്ക? ഇത് വല്ലാത്തൊരു ചോദ്യമായല്ലോ. എന്റെ റൂമിൽ വന്ന് കയറിയിട്ട് എന്നോട് തന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാനാ? നിന്റെ റൂമോ? ഇത് എന്റെ റൂമാ. എന്നോട് ഇവിടെ നിൽക്കാനാ പറഞ്ഞത്. ആ, ഭാര്യയോട് ഭർത്താവിന്റെ റൂമിലേക്കാൻ എല്ലാവരും പറയുള്ളൂ. കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ശിവാനി, ഞാനിപ്പോ എന്തുമാത്രം സന്തോഷത്തിലാണെന്നറിയോ? ഇപ്പൊ ഈ ലോകത്തിൽ എന്റെ അത്രയും സന്തോഷമുള്ള ഒരാള് മാഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാനാവത്തില്ല. നീ ഈ വീട് വിട്ട് പോയ സമയത്ത് എന്റെ ശ്വാസം അങ്ങ് നിലച്ചു പോയ അവസ്ഥയായിരുന്നു നീ. എങ്കിലും നീ തിരിച്ചിവിടേക്ക് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതെങ്ങനെ? ഓ, നിന്റെ മൂക്കത്താണല്ലോ ശുണ്ടി. ആദ്യം തന്നെ നീ ഒന്നും നോക്കാതെ പെട്ടെന്ന് ആവശ്യമില്ലാത്ത ഓരോ തീരുമാനങ്ങൾ എടുത്തു കളയും. അത് കഴിഞ്ഞാ അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പശ്ചാത്തപിക്കും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അത്രയല്ലേ ഇപ്പോഴും സംഭവിച്ചുള്ളൂ. എന്നുവെച്ചാ എന്നെ നിനക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. എന്നെ ഒരിക്കലും നീ സ്വീകരിക്കില്ലെന്നും പറഞ്ഞു. എന്നാൽ ഇപ്പൊ നോക്കി, എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ സ്വീകരിച്ച് നീ ഇവിടേക്ക് വന്നില്ലേ? സർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ അമ്മമാരെ എന്റെ മുന്നിൽ യാചിച്ചത് കൊണ്ടാ. എന്റെ അമ്മമാരെ ആർക്ക് വേണ്ടി യാചിച്ച്? എനിക്ക് വേണ്ടി തന്നെയല്ലേ? നോക്ക് ശിവാനി, ദൈവം ഭക്തന് വേണ്ടി പ്രത്യക്ഷപ്പെട്ടാലും പൂജാരിയുടെ പൂജ കാരണം പ്രത്യക്ഷപ്പെട്ടാലും ദൈവത്തെ കണ്ടാ മതിയല്ലോ. ദർശനം കിട്ടിയില്ലേ? ദർശനം തന്നാലുടനെ ദൈവം നിന്നോട് അടുത്തു എന്നല്ല. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് എന്റെ റൂമാണ്, പുറത്തേക്ക് ഇറങ്ങും. ഓ, 1 മണിക്കൂറായിട്ടില്ല വന്നു കയറിയിട്ട് അപ്പോഴേക്കും എന്റെ നിന്റെ എന്നുള്ള ഭാഗം വെപ്പൊക്കെ തുടങ്ങിയോ? നോക്ക്, ഞാൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയാ വന്നത്. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല. ഞാൻ പൊയ്ക്കോളാം. ഏയ്, ഈ പറയുന്നതിൽ എന്താ ലോജിക്കുള്ളേ? ഭാര്യയും ഭർത്താവായി കഴിഞ്ഞ ഒരു റൂമിലല്ലേ താമസിക്കണ്ടേ? അത് ഭാര്യയും ഭർത്താവും ആയവര്. ശിവാനി, ഞാൻ നിന്റെ ഭർത്താവല്ലേ? താലി കിട്ടിയില്ലേ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ, താലി കെട്ടി എന്നൊരു കാരണം കൊണ്ട് എന്റെ മേലെ ഭർത്താവാണെന്ന് അധികാരം കാണിക്കാൻ വരണ്ടാന്ന്. നിന്നെ ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് വിചാരിച്ചിരുന്നപ്പോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണല്ലോ. ഏയ്, നീ എന്താ പിറുപിറുക്കുന്നേ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. നോക്ക്, ഇവിടെ ഒന്നുകിലും ഞാൻ ഉണ്ടാവണം അല്ലെങ്കിൽ നീ ഉണ്ടാവണം. നീ തന്നെ തീരുമാനിക്കും. ശരി, ആയിക്കോട്ടെ. ശിവാനി, നീ ഒരിക്കലും കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ നീ തന്നെ കിടന്നോ.
ഞാൻ ഒരു സെക്യൂരിറ്റി പോലെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഇപ്പൊ കഷ്ടമാണെങ്കിലും പിന്നെ ഇഷ്ടായിക്കോളും. സെക്യൂരിറ്റി എപ്പോഴും വീടിന് പുറത്താണ് ഉണ്ടാവുക. നിനക്ക് അതും പറ്റില്ലെങ്കിൽ റൂമിന് പുറത്തിരിക്കും. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഞാനിവിടെ നിൽക്കില്ല. അത് ശരിയാവില്ല ശിവാനി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നേ. നിനക്ക് ഞാനും ഉണ്ടാവണം, എനിക്ക് നീയും ഉണ്ടാവണമല്ലോ. അമ്മേ, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നു. എങ്ങാനും തകിടമറിയുന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശിവാനിയെ വിളിച്ചോണ്ട് വരില്ലെന്ന് ഡിസൈഡ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെ മോളെ, ദൈവം വലിയവനാ, എല്ലാം ഭംഗിയായി നടത്തി തന്നു. ശിവാനി എങ്ങനെയൊക്കെയോ വന്നു. എങ്കിലും ചടങ്ങുകളൊക്കെ നമുക്കൊന്ന് തീരുമാനിക്കേണ്ടി വരില്ലേ? അതിനേക്കാളൊക്കെ മുമ്പ് സ്വാമിജിയുടെ അടുത്ത് ശിവാനിയുടെയും തൃശ്ശൂരിന്റെയും ജാതകം ഒന്ന് നോക്കിക്കണം. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പൊ ജാതകമൊക്കെ നോക്കി എന്ത് തീരുമാനം എടുക്കാനാ? കല്യാണം എങ്ങനെയൊക്കെയോ നടന്നു, പക്ഷേ രണ്ടുപേരുടെയും ജാതകം നമ്മൾ നോക്കിയിട്ടില്ല. ഇനി അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് സ്വാമിജിയോടൊന്ന് ചോദിക്കുകയും വേണം. അതെ അമ്മേ, അമ്മ പറഞ്ഞത് വളരെ ശരിയാ. എത്രയും പെട്ടെന്ന് സ്വാമിജിയോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയണം. അദ്ദേഹം വീട്ടിലേക്ക് വന്നാ പിന്നെ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാലോ. ഈ സമയത്ത് ആ ദിഗ്വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇനി എപ്പ വരുവോ എന്തോ. ദമയന്തി, നിന്നെ അവൻ ഫോണെങ്ങാനും വിളിച്ചായിരുന്നോ? ഇല്ലമ്മേ, അത് തന്നെ എനിക്കും ടെൻഷൻ ആവുന്നത്. മോം, ഡാഡി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം അല്ലല്ലോ. എത്രയോ തവണ ബിസിനസ് മീറ്റിംഗ് ആന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഇൻഫോം ചെയ്തിട്ടായിരുന്നോ? ലാസ്റ്റ് ടൈം യൂറോപ്പ് ട്രിപ്പ് ആണെന്ന് പറഞ്ഞു പോയി. പിന്നെ ഒരു മാസം ഒരു അഡ്രസ്സും ഇല്ലായിരുന്നു. വീണേ, ഇപ്രാവശ്യം അങ്ങനെയല്ല. ദമയന്തി, ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട, അവനിങ്ങ് വരും. എല്ലാവരും മുതലാളിയെ പറ്റി തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഇവരുടെ മുമ്പിലെങ്കിലും ഞാൻ ചെന്ന് പെട്ട ഇവരെന്നോട് ഓരോന്ന് ചോദിക്കും. എന്റെ അടുത്താണെങ്കിൽ ഉത്തരവില്ല. ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്. സ്വാമിജിയെ കണ്ട് സംസാരിക്കുന്നത് വരെ തൃശ്ശൂരും ശിവാനിയും അകന്ന് തന്നെ നിൽക്കട്ടെ. ശരിയമ്മേ, ഞാനിത് ശിവാനിയോട് പറഞ്ഞിട്ട് വരാം. ത്രിവിക്രം, ഇനി നമ്മൾ ആലോചിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മളിപ്പോ തോറ്റിരിക്കുക. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും പരാജയപ്പെട്ടു. നിന്റെ പ്രണയവും ലഭിച്ചില്ല, എന്റെ പ്രണയവും ലഭിച്ചില്ല. നിന്റെ പ്രണയം എന്നുവെച്ചാ അതൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന്. അത് വിട്ടേക്ക്. ശിവാനി ഇത്ര പെട്ടെന്ന് അവളുടെ മനസ്സൊക്കെ മാറ്റി തൃശൂലിനെ ഭർത്താവായി സ്വീകരിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. നമ്മൾ എന്തൊക്കെ പ്രയത്നങ്ങൾ ചെയ്തു, എന്നാൽ അതൊന്നും തന്നെ പ്രയോജനപ്പെട്ടില്ല. ഇനി ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും വിധി. ശിവാനിയെ തിരിച്ചു കിട്ടാൻ വേറെ ഒരു വഴിയില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? എന്ത് വഴിയുണ്ടെന്നാണ്? അവരുടെ ദാമ്പത്യം പോലും തുടങ്ങിക്കഴിഞ്ഞു. ഇത്രയൊക്കെ ആയിട്ട് നീ അവളെ ആഗ്രഹിക്കുന്നത് ശരിയല്ല. അപ്പോ അതിനേക്കാൾ മുമ്പായിരുന്നെങ്കിൽ? മനസ്സിലായില്ല. ശിവാനിയും തൃശൂലും തമ്മിൽ ഒന്നാകാൻ ഞാൻ സമ്മതിക്കില്ല. അവരെ രണ്ടുപേരെയും തമ്മിൽ അകറ്റിയിട്ട് ശിവാനിയെ ഞാൻ തന്നെ സ്വന്തമാക്കും. അതും നല്ല മാർഗം തന്നെയാ. അങ്ങനെ ചെയ്താലും ശിവാനിയെ നിനക്ക് തിരിച്ചു കിട്ടും. ഇനി മുതൽ അങ്ങോട്ടേക്ക് എന്റെ ലക്ഷ്യം ഇതാണ്. ഇത് നിന്റെ ലക്ഷ്യമല്ല, നമ്മുടെ ലക്ഷ്യം. ശിവാനിയും തൃശൂലും തമ്മിൽ ഒരിക്കലും ഒന്നാകാൻ പാടില്ല. ഓരോ നിമിഷവും ശിവാനി തൃശൂലിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയാ ഇനി ശ്രമിക്കേണ്ടത്. അത് നമ്മെ കൊണ്ട് സാധിക്കും, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി. മായങ്കനെ, ഇത്രയും ദിവസം നമ്മൾ തോറ്റുകൊണ്ടിരുന്നതിന് ഉത്തരം കൊടുക്കേണ്ട സമയമായിരിക്കാം. നീ എന്റെ കൂടെ നിൽക്കില്ലേ? ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ. നിന്റെ ലക്ഷ്യം ശിവാനിയാണ്, എന്റെ ലക്ഷ്യം തൃശൂലും. നമ്മുടെ ലക്ഷ്യം അവരെ തമ്മിൽ അകറ്റുന്നത്. മധു, ഈ പാലുടി. അയ്യോ, ഇതൊക്കെ എന്തിനാ നിങ്ങൾ എടുത്തോണ്ട് വരുന്നേ? എന്താ, ഞാൻ കൊണ്ടുത്തരാൻ പാടില്ല. ഭാര്യ ഭർത്താവിന്
ജീവിതകാലം മുഴുവനും സേവ ചെയ്യും. ഭർത്താവിന് ഭാര്യയ്ക്ക് സേവ ചെയ്യാൻ അവസരം ലഭിക്കുക അവൾ അമ്മയാവുമ്പോഴാണ്. എനിക്കിപ്പോ ആ അവസരം കൈവന്നിരിക്കുകയാണ് മധു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കുടിക്കും. ശരി, തന്നേക്ക്. ചേട്ടാ, എല്ലാവരും കുഞ്ഞിന്റെ കാര്യത്തിൽ വളരെ സന്തോഷത്തിലാണ്. നിങ്ങളുടെ മുഖത്ത് മാത്രം എന്താ ഒരു വിഷമം പോലെ? എന്താ പറ്റിയത്? അങ്ങനെയൊന്നും ഇല്ല മധു, എനിക്ക് സന്തോഷം തന്നെ ഉള്ളു. എന്നിട്ട് ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോന്നൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ. ഏത് കുട്ടിയായാലും ഇപ്പൊ എന്തായാലും നല്ലതല്ലേ വരൂ. അങ്ങനെയല്ല ഏട്ടാ, മനസ്സിലൊരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ? ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ പറയുന്നേ. ഇരട്ട കുട്ടികളായിക്കോട്ടെ, ഒരാണും ഒരു പെണ്ണും. ആഹാ, ആഗ്രഹം കൊള്ളാലോ. മനുഷ്യന്മാർക്ക് ആഗ്രഹങ്ങളൊക്കെ വേണം, പക്ഷെ ഇത്ര അത്യാഗ്രഹമൊന്നും പാടില്ല. അത്യാഗ്രഹം അല്ല മധു, ഇരട്ട കുട്ടികളായ നന്നായിരിക്കും. ഏത് കുഞ്ഞു വേണമെന്നൊന്ന് പറയുന്നേ. എന്റെ ആഗ്രഹം അവിടെ നിൽക്കട്ടെ. നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താ? എനിക്ക് ഒരു പെൺകുഞ്ഞു വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പെൺകുഞ്ഞോ? നിങ്ങൾക്കും അത് തന്നെയാണോ ആഗ്രഹം? പെൺകുഞ്ഞാണെങ്കിൽ നല്ല രസമായിരിക്കുമല്ലേ ഏട്ടാ? എനിക്ക് ഏത് കുഞ്ഞായാലും കുഴപ്പമില്ല, പക്ഷേ പെൺകുഞ്ഞു മാത്രം വേണ്ട. പെൺകുഞ്ഞിനെ വേണ്ടെന്നോ? ഒരു കാരണവശാലും വേണ്ട. ഏട്ടാ, ശിവാനി, എന്തു പറ്റി? നീ എന്തെങ്കിലും ഓടി വരുന്നത്? മുത്തശ്ശി കറക്റ്റ് സമയത്ത് വന്നു. ശിവാനി, നീ എങ്ങോട്ട് പോവാമോ? അങ്ങനെ ചോദിക്കും, അങ്ങനെ തന്നെ ചോദിക്കും. എന്റെ റൂമിൽ നിൽക്കില്ലെന്ന് എന്റെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നേ. ആണോ ശിവാനി? അത് വീണയുടെ റൂമിൽ കിടക്കാൻ പോവായിരുന്നു. വീണയുടെ റൂമിൽ? ആ, അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും മുത്തശ്ശി. എന്റെ റൂമിന് എന്ത് പറ്റി? അവിടെ വല്ല കൊതുകുണ്ടോ, പാറ്റിയുണ്ടോ, പല്ലിയുണ്ടോ? നീ ഉണ്ടായിരുന്നല്ലോ അവിടെ. നോക്കി മുത്തശ്ശി, അവള് പറയുന്നത് കേൾക്കുന്നില്ലേ? അവളുടെ ഭർത്താവായ ഞാൻ അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് ചോദിക്കും മുത്തശ്ശി. അത് എന്തുകൊണ്ടാണെന്ന്.